AC പവർ ഷെയറിംഗ് വന്നിട്ടുള്ള വണ്ടിയാണ്. 5 സീറ്റ് വണ്ടിയാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതും ചെറിയ ടച്ചപ്പ് പോളിഷ് നമ്മൾ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സൂപ്പർ വീൽസ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള 2017 മോഡൽ ജീറ്റോ പാസഞ്ചർ പ്രൈവറ്റും 2017 മോഡൽ സുപ്രോ പാസഞ്ചറാണ്. ഇതും പ്രൈവറ്റാണ്. ഇത് AC പവർ ഷെയറിംഗ് വന്ന 5 സീറ്റ് വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ട് വണ്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ ചെയ്യുക, ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഒന്ന് മാക്സിമം ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നമ്മൾ വീഡിയോ കൂടുതൽ ആൾക്കാരും ഫസ്റ്റ് തന്നെ കണ്ട് നമ്പർ എടുത്ത് വിളിക്കലാണ്. വണ്ടിൻ്റെ ഡീറ്റെയിലോ കാര്യങ്ങളൊന്നും നോക്കൂല. വണ്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതാണ് നമ്മളെ വീഡിയോ കൂടുതൽ ലെങ്തി ആണത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വണ്ടിൻ്റെ കൂടുതൽ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് നോക്കാനുള്ള വണ്ടിയാണ് നമ്മളെ ജീറ്റോ പാസഞ്ചർ. 2017 മോഡൽ ഒക്ടോബറിൽ വന്നിട്ടുള്ള ജീറ്റോ പാസഞ്ചറാണ്. വണ്ടി നല്ല ക്ലിയർ ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ടച്ച് അപ്പ് പോളിഷ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. ടയറൊക്കെ നോക്കുകയാണെങ്കിൽ ടയറൊക്കെ 4 ഫസ്റ്റ് കേസ് ടയറാണ്. ചെറിയ കമ്മിയൊക്കെ ഉണ്ട് ടയർ. ഇത് ചെറിയ കുറഞ്ഞ ശതമാനം ടയർ കട്ട ഉള്ളൂ കേട്ടോ. അതേമാതിരി തന്നെയാണ് ഈ സൈഡും. ബോഡിയൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഫിനിഷിംഗ് ആണ്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് വരുന്നത് 2025 ജനുവരിയിലാണ് ഇതിൻ്റെ ഇൻഷുറൻസ് വരുന്നത്. ഇതിപ്പം 7 മാസം ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആയതുകൊണ്ട് ലൈഫ് ടാക്സ് ഒക്കെയാണ് ഇതിന് വരുന്നത്. ഇത് ഇനി ടാക്സി ആക്കണമെങ്കിലും ഇനി GPS കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്താൽ മതി. അതേമാതിരി നമ്പർ ബോർഡ് മഞ്ഞ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് ചെയ്യാം. അതേമാതിരി മുന്നിലെ ഈ ഭാഗത്തെ ടയർ കുറച്ചും കൂടി ഒരു കട്ടുണ്ട്, പകുതിയോളം കട്ടുണ്ട് കേട്ടോ. 4 ടയറും ഫസ്റ്റ് കേസ് ആണ്. ബോഡി ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ഉണ്ട് കേട്ടോ. അതേമാതിരി ബാക്കിലെ ടയർ നോക്കുകയാണെങ്കിലും അതേമാതിരി തന്നെയാണ്. ഫുൾ ഒരു പകുതിയിലെ ഉള്ള കട്ടുള്ള ടയർ തന്നെയാണ്. അതേമാതിരി 4 വീൽ കപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ലൊരു ഫിനിഷിങ് ആക്കിയിട്ടുണ്ട് കേട്ടോ. 2017 മോഡലാണ്. ബാക്കൊക്കെ നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ്. വുഡോ കാര്യങ്ങളൊന്നും കർട്ടന് കാര്യങ്ങളൊന്നും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നല്ല ക്ലീൻ തന്നെയാണ്. അതേമാതിരി ഉൾഭാഗം നോക്കുകയാണെങ്കിലൊക്കെ ഇതാണ് കേട്ടോ, നല്ല ക്ലീനാണ്. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്ഫോമൊക്കെ നോക്കുകയാണെങ്കിൽ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു കിടിലൻ വണ്ടി തന്നെയാണ് കേട്ടോ. 2017 ഇറങ്ങിയ ജീറ്റോ പാസഞ്ചർ. ഇനി ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ തന്നെ നമുക്ക് ഫസ്റ്റായിട്ട് നോക്കാം. ഈ വുഡും കർട്ടനും കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ തന്നെയാണ് കേട്ടോ. അതേമാതിരി ഇതാ സീറ്റ് കവർ ഒക്കെ നോക്കുകയാണെങ്കിലൊക്കെ ഇതിൻ്റെ കമ്പനി സീറ്റ് തന്നെയാണ്. ഇത് കൂടുതലും സീറ്റൊക്കെ മാറ്റാനുണ്ട്, ഇതിൻ്റെ മാറ്റിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ ഉണ്ട്. അതേമാതിരി ടോപ്പ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആണ്. അതേമാതിരി സ്റ്റെപ്പിന് ഇതാട്ടോ, ഇത് ഫസ്റ്റ് കേസ് ടയറാണ്. C8ൻ്റെ ഫസ്റ്റ് കേസ് ടയറാണ്. 5 ടയറും ഒരേ മാതിരിക്കത്തെ ടയറാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ ഇതാ ഒക്കെ പെയിൻറ്റ് ടച്ച് ചെയ്ത് നല്ല ക്ലിയറിൽ തന്നെ ഉണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിലും അതേമാതിരി തന്നെയാണ്. ഡോർ പാഡ് കാര്യങ്ങൾ, ഡാഷ്ബോർഡ് സെറ്റൊക്കെ ഉണ്ട് കേട്ടോ. സെറ്റ് വർക്കിംഗ് ആണോ എന്ന് നോക്കിയിട്ടില്ല. സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേമാതിരി ഇതും ഫ്രണ്ടിലെ സീറ്റും കാര്യങ്ങളൊന്നും മാറ്റില്ല, അതും കമ്പനി സീറ്റ് തന്നെയാണ് കേട്ടോ. നല്ല രസമുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ വിലയാണ്, നമുക്ക് ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് 3,30,000 റുപ്യാണ്. അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കി കൊടുക്കാൻ മാക്സിമം നമുക്ക് ഒരു 2-2.25 വരെ നമുക്ക് ലോണും മാക്സിമം ഇതിന്മേൽ കയറ്റി കൊടുക്കട്ടോ. പിന്നെ ഇത് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ഇത് എന്താ ചെയ്യുക, കൊണ്ടുപോയിട്ട് ടാക്സി കാര്യങ്ങളൊക്കെ ആക്കുക. ഇത് പേർക്ക് മാറ്റുന്നതോട് കൂടി അവിടുന്ന് പേർക്ക് മാറ്റി കഴിഞ്ഞാൽ അപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ടാക്സി കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് അങ്ങനെ ഉപയോഗിക്കട്ടോ. ഇതിപ്പോൾ പ്രൈവറ്റ് ആയിട്ട് ഉപയോഗിച്ചിരുന്ന വണ്ടിയാണ്, ടാക്സി ആക്കിയിട്ടില്ല ഇതുവരെയായിട്ട്. അങ്ങനെ യൂസ് ചെയ്യാം. നമുക്ക് അടുത്ത വണ്ടിയാണ് 2018 ജനുവരി വണ്ടിയാണ് കേട്ടോ. AC പവർ ഷെയറിംഗ് വന്നിട്ടുള്ള വണ്ടിയാണ്. 5 സീറ്റ് വണ്ടിയാണ് കേട്ടോ. ഇത് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതും ചെറിയ ടച്ചപ്പ് പോളിഷ് നമ്മൾ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല, പക്ക ക്വാളിറ്റിയിൽ തന്നെയാണ് ഉള്ളത്. മുന്നിലെ 2 ടയർ വരുന്നത് റീസോളാണ്. ടയറും മുന്നിലത്തെ 2 ടയറും റീസോളാണ് ചെയ്തിട്ടുള്ളത്. ബാക്കത്ത് പിന്നെ 2 ഫസ്റ്റ് കേസ് ടയർ അങ്ങനെ തന്നെ ഉണ്ട്. ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്ക ഫിനിഷിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഒരു ചെറിയൊരു ടച്ചപ്പ് പോളിഷ് ചെയ്തെന്നല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ചെയ്തില്ല. ബാക്കത്തെ 2 ടയറും നല്ല ഫസ്റ്റ് കേസ് ടയറാണ്. പിന്നെ അതേമാതിരി റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല കേട്ടോ വണ്ടി.
ഇനി ബാക്ക് നോക്കുകയാണെങ്കിൽ അതേമാതിരി തന്നെയാണ്. ബാക്ക് കാര്യങ്ങളൊക്കെ നല്ല ഫിനിഷിംഗ് ആണ്. സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ അതിൻ്റെ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ഉണ്ട് കേട്ടോ. ടോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ അതേമാതിരിയാണ്, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്കും വേണ്ട ഒരു വണ്ടിയാണ് ഈ 5 സീറ്റ് വണ്ടി. AC ഒക്കെ ഉള്ള വണ്ടി പറഞ്ഞാൽ ഇതൊക്കെ ടാക്സി ആക്കാൻ പറ്റിയ നല്ല വണ്ടിയാണ് കേട്ടോ. മഴ കൊണ്ടിട്ട് ഒലിച്ചിറങ്ങിയതാണ്. അപ്പോൾ ഈ സൈഡ് നോക്കുകയാണെങ്കിലും നല്ല ഫിനിഷിങ് കാര്യങ്ങളുണ്ട്. ടയർ നോക്കുകയാണെങ്കിൽ ബാക്കത്തെ 2 ടയറും ഞാൻ പറഞ്ഞ അതേമാതിരി തന്നെയാണ്. അതേമാതിരി 4 വീൽ കപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിംഗ് ആണ് കേട്ടോ. കമ്പനി വരുന്ന മാറ്റൊക്കെ അങ്ങനെ തന്നെ ഇതിൽ ഉണ്ട്. സീറ്റ് കുറേ അഡീഷണൽ ആയിട്ടൊരു സീറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുന്നിൽ ബാറ്ററി ഇവിടെ തന്നെ വെച്ചിട്ട് സീറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ഡോർ പാഡൊക്കെ നോക്കുകയാണെങ്കിലൊക്കെ കംപ്ലൈൻ്റ് ഒന്നും ആയില്ല കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഉണ്ട് കേട്ടോ. 5 സീറ്റ് വണ്ടിയാണ്. എക്സ്ട്രാ സീറ്റ് കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റിയ ചെറിയ ഒരു സീറ്റാണ്. ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിലും അതേമാതിരി തന്നെയാണ്. നല്ല വൃത്തിയുണ്ട്. ഡോർ പാഡ് നല്ല സെറ്റ് കാര്യങ്ങളൊക്കെ ഇതിനും ഉണ്ട് കേട്ടോ. വർക്കിംഗ് ആണോ അല്ല എന്നൊന്നും നോക്കിയിട്ടില്ല. നല്ല AC കാര്യങ്ങളൊക്കെ നല്ല കൂളിംഗ് ഒക്കെ തന്നെയാണ്. അതേമാതിരി സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ സീറ്റ് കവറൊക്കെ അതേമാതിരി ആ ഒറിജിനലിൻ്റെ അതേമാതിരി നല്ല ക്വാളിറ്റിയിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2017 മോഡൽ 18 ജനുവരി മാസം ഇറങ്ങിയിട്ടുള്ള വണ്ടിയാണ്. ഇതിൻ്റെ ഇൻഷുറൻസ് വരുന്നത് 2025 മെയ്യിലാണ് ഇതിൻ്റെ ഇൻഷുറൻസ് വരുന്നത്. ഏകദേശം ഇനിയും ഒരു 10 മാസം കൂടി ഇതിൻ്റെ ഇൻഷുറൻസിന് സമയമുണ്ട്. പിന്നെ പ്രൈവറ്റ് ആയതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ പേപ്പർ കാര്യങ്ങളൊക്കെ റെഡിയാണ്. ഇതിൻ്റെ വില നമ്മൾ ആവശ്യപ്പെടുന്നത് 4,25,000 റുപ്യാണ്. ആ വിലയിൽ നമുക്ക് മാക്സിമം ഒരു 3-3.25 അടുത്ത് നമുക്ക് ലോണും നമുക്ക് ചെയ്ത് കൊടുക്കട്ടെ. ഈ വണ്ടി മാക്സിമം നമുക്ക് നികുതി ഷീറ്റ് കാര്യങ്ങളുള്ളവർക്കൊക്കെ നമുക്ക് മാക്സിമം ഒരു 3-3.25 നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്നും ഇല്ലാത്തവർക്ക് നമുക്ക് സേട്ട് ഫിനാൻസ് ഒക്കെ ഒരു 2 സംതിങ് ഒക്കെ ആയിട്ട് നമുക്ക് കയറ്റി ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. അതും നമ്മളെ അടുത്തുള്ള നമ്മളെ ജില്ല ഒക്കെ ആയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 2 വണ്ടീൻ്റെ ഇതങ്ങനെയാണ്. നമുക്ക് ചെറിയ എന്തെങ്കിലുമൊക്കെ കമ്മിയാക്കിയിട്ട് കൊടുക്കാം. ഇവിടെ വന്ന് നമുക്ക് സംസാരിക്കുമ്പോൾ നമുക്ക് മാക്സിമം നമുക്ക് കമ്മിയാക്കിയിട്ട് റേറ്റ് കമ്മിയാക്കിയിട്ട് നമുക്ക് 2 വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ മുന്നായിട്ട് നമ്മളെ ലൊക്കേഷനാണ് മലപ്പുറം ജില്ലയിൽ മൊറയൂർ വാലഞ്ചേരി എന്ന സ്ഥലത്താണ് നമ്മളെ ലൊക്കേഷൻ ഉള്ളത്. നമ്മളെ നമ്പറാണ് ആ വീഡിയോ തന്നെ കൊടുക്കുന്നത്. ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാലും മതി, വിളിച്ചാലും മതി. നമുക്ക് കഴിയുന്ന പരമാവധി നമുക്ക് മാക്സിമം നമ്മൾ ഫോൺ എടുക്കാൻ നോക്കും. കൂടുതൽ ഈ വണ്ടിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് തന്നെ വിളിച്ചാൽ മതി. മറ്റെന്താ വെച്ചാൽ നമുക്ക് ചില നേരത്തെ എടുക്കാൻ കഴിയില്ല. കാരണം ഓഫീസിലെ തിരക്കും ബാക്കിയുള്ള തിരക്കൊക്കെ ആയിട്ട് നമുക്ക് ഫോൺ എടുക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാണ്ട് നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ സൗകര്യമാവും. അപ്പോൾ നമ്മൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഇതുപോലത്തെ നല്ല നല്ല വണ്ടികളായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.